സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ GTA 5 മിഷൻ 3 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ സിമിയോൻ രാവിലെ തന്നെ എന്നെ അവൻ്റെ ഷോപ്പിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു മുട്ടൻ പണി തരാൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. കാരണം ഇവ എന്തോ ഇങ്ങോട്ട് മറച്ച് നിന്നിട്ടാണ് എന്നോട് പറയുന്നത്. അവിടെ വേറെ കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളെ സിമിയോൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മളെ മൈക്കിളിൻ്റെ മകൻ ജിമ്മി ഇവിടെ വന്നിട്ട് ഒരു കാർ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ കാറ് നമ്മളെ മൈക്കിളിൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളോട് സിമിയോൺ ഒരു ടാസ്ക് തന്നിട്ടുള്ളത്. സോ പണിയെന്ന് പറഞ്ഞാൽ പണിയാണ്. ഒന്നാമത് നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിൽ ക്യാമറയും കാര്യങ്ങളും ഉണ്ട്. ഒന്നാമത് അവനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ഗാർഡൻ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവൻ്റെ ഗാർഡൻ വൃത്തിയാക്കുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. അവനുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പണി കിട്ടും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കിന്ന് അവൻ്റെ ആ ഒരു കാർ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഇപ്പോൾ നമുക്ക് സിമിയോൺ ഒരു ടാസ്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഗോ ടു ദ ഹോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിൽ നേരെ പോകാം. ഓക്കെ, നമുക്ക് കാറിൽ കയറാം. എന്തുപറ്റി? ഓക്കെ, കാറിൽ കയറാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത് കാണുന്ന ബെല്ലൈക്കൺ തന്നെ എവിടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എന്നാൽ നമുക്ക് പുതിയ വീഡിയോസ് നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 7 to 8 മണിയുടെ ഇടയ്ക്കാണ്. അപ്പോൾ ഇനി ഒന്നുമില്ല. അപ്പോൾ ഇനി നേരെ നമുക്ക് മൈക്കിൾ അങ്കിളിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ആ ഒരു വണ്ടി അവിടുന്ന് അടിച്ച് മാറ്റാനുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമിയോൻ്റെ ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ സിമിയോൻ്റെ ഇങ്ങനത്തെ കുറേ വണ്ടികളുണ്ട്. സിമിയോൻ്റെ കാറിൻ്റെ അകത്ത് തന്നെ ഫുള്ള് വണ്ടികളാണ്. സോ എന്തായാലും നമുക്ക് ഇന്ന് പോയിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിൽ നിന്ന് ആ ഒരു വണ്ടി അടിച്ച് മാറ്റണം. ഇന്നലെ മൈക്കിൾ വന്ന് എടുത്തതാണ് ആ വണ്ടി. ഇന്നലെ രാത്രി എപ്പോഴാണെന്ന് അറിയില്ല. ആ വണ്ടി എടുത്തതാണ്. ആ വണ്ടിയുടെ ബാലൻസ് എത്രയോ ഇനിയും അടക്കാണ്ട്. അപ്പോൾ അത് മൈക്കിൾ അടച്ചിട്ടില്ല. അതുകൊണ്ടൊരു പ്രതികാരമായിട്ടാണ് സിമിയോൺ ഇപ്പോൾ അവനക്കൊരു പണി കൊടുക്കുന്നത്. അത് സിമിയോണല്ല കൊടുക്കുന്നത്, ഞാനാണ് അവനക്ക് വേണ്ടി പണി കൊടുക്കാൻ അവൻ എന്നെ ടാസ്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. സിമിയോൺ വിളിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് സിമിയോൻ ചോദിക്കാണ്, ഞാൻ എൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്ത് ഈ വണ്ടി കൊണ്ട് മുങ്ങിയോന്ന്. ഈ വണ്ടി കൊണ്ട് മുങ്ങുകയാണെങ്കിൽ ഞാൻ എപ്പോഴും മുങ്ങണ്ടാണ്. പിന്നെ അവൻ പറഞ്ഞ ഒരേ ഒരു കാരണം കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വണ്ടിയായിട്ട് ഇനി നേരെ നമ്മൾ പോകുന്നത്. അപ്പം മൈക്കിളിൻ്റെ വീട്ടിൽ പോയി ഇനി പേടിക്കാനൊന്നുമില്ല. കാരണം കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു അവിടെ ഒരു റോബറി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കള്ളന്മാർ അവൻ്റെ വീട്ടിലത്തെ എല്ലാ ക്യാമറയും അടിച്ച് പൊളിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അടിച്ച് പൊളിച്ച് പോയതല്ല, അടിച്ച് പൊളിച്ച് കയറി റോബറി നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അയ്യോ, ഇതെന്തായാലും ഇനി സിമിയോണൊന്നും കാണാൻ പോകുന്നില്ല. നമുക്കിതെന്തായാലും നേരെ പോകാം. സിമിയോൺ ആ ഒരു കാറ് ഒരു പരിക്കുമില്ലാതെ കൊടുന്ന 2 കോടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ 2 കോടി കൈയോടെ തന്നെ വാങ്ങണം. അപ്പോൾ ആ ഒരു വണ്ടി നമുക്ക് സേഫായി തന്നെ നമ്മളെ സിമിയോൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണ്. പിന്നെ നമ്മളെ മൈക്കിൾ അറിയരുത്. ഇതെല്ലാം മൈക്കിൾ അറിയാതെയാണ് ചെയ്യേണ്ടത്. അയ്യോ, ഇതെൻ്റെ ബോണറ്റടിയത്ത്. അയ്യോ, എനിക്കൊന്നും കാണുന്നില്ല. അയ്യോ ഗൈസ്, സഡൻ ബ്രേക്ക് ഇട്ടോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ആ മൈക്കിൾ അറിയാതാണ് നമ്മൾ ആ ഒരു വണ്ടി എടുക്കേണ്ടത്. മൈക്കിളും അതേപോലെ തന്നെ വീട്ടിലും ചിലപ്പോൾ ആളുകളൊക്കെ ഉണ്ടാവും. ജിമ്മി ഉണ്ടാവും, അവരെ വീട്ടിലത്തെ എല്ലാവരും ഉണ്ടാവും, ഫാമിലിത്തെ എല്ലാവരും ഉണ്ടാവുമല്ലോ. ഗൈസ്, അവിടെ ഗാർഡൻ ക്ലീൻ ചെയ്യുന്ന ആളവിടെ നിൽക്കുന്നുണ്ടേ. അവനിപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് അവൻ്റെ തലക്കൊരു അടി കൊടുക്കാനാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അവൻ അറിഞ്ഞാൽ ഈ വീട് മൊത്തം അലേർട്ടാവും. അതാണ്. ഓക്കെ, എൻ്റെ അളിയോ. ഓക്കെ, അവൻ്റെ കഥ തീർന്നേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് കയറണം. സോ കാർ ഷെഡിലാണ്, പുറത്തുനിന്ന് തുറയില്ല, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മുകളിൽ കയറാം. അവിടുന്ന് വീട്ടിൽ നിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വീട്ടിൽ കാര്യമായിട്ടുള്ള അടിയിലാണ്. അപ്പോൾ 2 പേര് 2 റൂമിലേക്ക് തമ്മിൽ തല്ലി പോകും. അപ്പോൾ എന്തായാലും ഈ ടൈം നോക്കി നമുക്ക് ഇതാര് മൈക്കിളിൻ്റെ മകളാണെന്ന് തോന്നുന്നു. എവിടെ? അതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവിടെ മുകളിൽ 2 പേരുണ്ട്. അപ്പോൾ ഇനി അടിയിൽ ഇവിടെ അടിയിൽ 2 റെഡ് ഭാഗം കാണിക്കുന്നുണ്ടല്ലോ. അവർ തല്ലിയിടണം. സീനായല്ല. അവർ കാണരുതെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിവിടെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം പോകാൻ. കാരണം മൈക്കിൾ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. ഓക്കെ, മൈക്കിൾ എന്തായാലും ഇവിടെ ഇല്ല. അതെന്താ ബാക്കിലൊരു പൊതി? എന്തോ ചാക്കാന്ന് തോന്നുന്നു. എന്തായാലും ആയിക്കോട്ടെ, നമുക്ക് ഈ വണ്ടി നമുക്ക് സേഫായിട്ട് നമ്മുടെ സിമിയോൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ദൂരം ഇനി പോകാണ്ട്. മൈക്കിൾ ഇതിനകത്ത് GPS ട്രാക്കോ ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെടില്ല. ഇല്ലെങ്കിൽ എന്നെ മൈക്കിൾ ഇവിടെ വെച്ച് തീർക്കുന്നതാണ്. ഓക്കെ, ഞാൻ സിമിയോണിനെ വിളിക്കുന്നുണ്ട്. സിമിയോണേ, ഞാൻ വണ്ടി അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റേ ഡീല് മറക്കണ്ട, 2 കോടി അത് മറക്കണ്ട കേട്ടോ. മറന്ന ഈ വണ്ടി ഞാൻ ഇവിടെ വെച്ച് കത്തിച്ച് പോകും. ഒരു കാര്യം പറയണേക്കാം. പിന്നെ സിമിയോണേ, ആ വീട്ടിൽ നിന്ന് ചെറിയൊരു പണി ഉണ്ട് ആ വണ്ടി എടുക്കാൻ. അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ തട്ടിയെന്ന് കരുതിയില്ല. ചേടാ, അവൻ കട്ടാക്കിട്ടോ.
എടാ അവന് കടടിച്ചു പോവോ? ഓ എൻ്റെ ബാക്കിൽ ആരുണ്ട്? അയ്യോ മൈക്കിള്, അയ്യോ അപ്പൊ ആ ചാക്കിനകത്ത് അവനായിരുന്നോ? എൻ്റെ അളിയോ, അവൻ എന്നോട് വണ്ടി എടുക്കാനാണ് പറയുന്നത്. എൻ്റെ പൊന്നു മൈക്കിള്, ഇത് എന്നോട് സിമിയും പറഞ്ഞിട്ടുള്ള ടാസ്ക്കാണ്. എന്നൊന്നും ചെയ്യരുത്, ഞാനൊരു പാവാണ്. എടാ ഒന്ന് വെറുതെ വിടറേ, നമ്മളൊന്നല്ലേ കൂട്ടുകാരല്ലേ? എൻ്റെ പൊന്നു മൈക്കിളെ, ഇതന്നെ സിമിയോന് 2 കോടി തരാൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു ടാസ്ക് തന്നെ ഏറ്റെടുത്തിട്ടുള്ളത്. ഇല്ലേ ഞാൻ ഇതിന് നിൽക്കില്ല. ഞാനിപ്പോൾ പൈസ എവിടുന്നേലും റോൾ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടക്കാണ് സിമിയോ വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ടാസ്ക് നിനക്ക് തരാം, നീ അത് കൊണ്ടാണെങ്കിൽ നിനക്ക് 2 കോടി തരാന്ന്. പിന്നെ എന്തായാലും പൈസയുടെ കളിയല്ലേ, ഞാൻ എന്തായാലും അത് വിട്ടുകൊടുത്തില്ല. ഞാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത്. എന്നാ ഞാൻ നിനക്ക് 5 കോടി തരാം, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ആദ്യം നീ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോ. അതായത് അവന്റെ കട എത്തുന്നതിന്റെ കുറച്ച് മുന്നായിട്ട് നീ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നിനക്ക് പറ്റുമല്ലോ എന്ന് അവിടെ വെച്ച് പറഞ്ഞു. ഇല്ലേ ഉണ്ടല്ല, ഈ ഗൺ പോയിന്റ് നീ ഇവിടെ വെച്ച് മരിക്കും. നീ കാര്യം പറഞ്ഞു മൈക്കിളെ, ഞാനത് നീ പറഞ്ഞ സ്ഥലത്തൊക്കെ സ്റ്റോപ്പ് ചെയ്യുക, പക്ഷെ നീ ആ ഗൺ പോയിന്റ് ഒന്ന് മാറ്റുമോ? എങ്ങാനും ഈ വണ്ടി ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി അലക്കുക, നിൻ്റെ ആ ഗൺ പോയിന്റിൽ നിന്ന് ഞാൻ ഇവിടെ ചാവുന്നതാണ്. അതുകൊണ്ട് പ്ലീസ് ഒന്ന് മാറ്റി. ഓ പക്ഷെ എൻ്റെ പൊന്നു മൈക്കിളെ, അതിലുണ്ടയില്ല അല്ലേ? അത് ഉണ്ടയില്ലായിട്ടല്ല, ഞാൻ ലോഡ് ചെയ്തിട്ടാണ്. ലോഡ് ചെയ്തിട്ടാണ് നീ ഇപ്പൊ നീ ആയതുകൊണ്ടാണ് ഇപ്പൊ ലോഡ് ചെയ്യുന്നില്ല. ഇപ്പൊ നിന്റെ കഥ എപ്പോഴോ തീരുന്നത്. നീ എവിടൊക്കെ കൊണ്ടുപോയി അലക്കി ഈ വണ്ടി. നീ ഇപ്പൊ എന്തായാലും ഇവിടെ നിർത്തിക്കോ. അതല്ല അവന്റെ കട, ഇവിടെ നിർത്തി, ഇവിടെ നിർത്തി. ഇനി ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചു കേട്ടോ. അവന്റെ ആ കാണുന്ന കടയുടെ കോർണർ ഭാഗത്തുള്ള ഒരു വലിയ ഗ്ലാസ് അതങ്ങോട്ട് ഇടിച്ചു തെറിപ്പിച്ചിട്ട് കയറിക്കോ. എന്നാ ഞാൻ നിനക്ക് അവിടെ വെച്ച് ഞാൻ 5 കോടിയുടെ ബെസ്റ്റ് ഞാൻ നിനക്ക് തരും. നിനക്ക് ഈ പണി പറ്റുമോ ഇല്ലെന്ന് ഇപ്പൊ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഈ ഗൺ പോയിന്റിൽ ചാവാൻ റെഡി ആക്കും. ഓക്കെ, പറഞ്ഞ പോലെ നേരെ ആ ഗ്ലാസ് പൊട്ടിച്ചു കയറി. 2 കോടിനെക്കാട്ടും ബെസ്റ്റ് നമുക്ക് 5 കോടിയാണ്. എന്തായാലും മൈക്കിൾ ഇനി അവിടെ ഇടിച്ചു കയറ്റിയ വെടി വെക്കില്ല എന്ന് ഉറപ്പിക്കാം. നോക്കി, ഇതാണ് ഗ്ലാസ്. പഠിച്ചോനെ കാത്തോളി. ഓ ഒന്നും ഉണ്ടായില്ല. എൻ്റെ പൊന്നു സിമിയോനെ, ഇത് ഞാനല്ല, ഇത് ഒരാൾ എനിക്ക് തന്നൊരു കൊട്ടേഷനാണ്. ഓക്കെ ഫ്രാങ്ക്ലി, നിന്റെ 5 കോടി വെച്ചു. നീ വേറെ സ്ഥലം വിട്ടോ, ഇവനുള്ള ഉണ്ടപ്പുരിയും ചായ ഞാൻ കൊടുത്തോളാം. നീ വാങ്ങിയ വണ്ടി കട്ടെടുക്കാൻ പറ്റില്ല കൊള്ള സിമിയുടെ. നിനക്ക് വണ്ടി എടുക്കാൻ തോന്നില്ല. എനിക്ക് ഏത് നിമിഷമാണോ നിന്റെ എല്ലാ കടയിലും വന്ന് വണ്ടി എടുക്കാൻ പറ്റില്ല. നിന്നുണ്ടല്ല ഇടിച്ചിടിച്ച് ഇവിടെ കുറച്ച് ദിവസം മുന്നേ തരണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത്. ഞാൻ നിന്റെ അടുത്ത് എപ്പോഴാണ് നിന്റെ ബാലൻസ് തരാന്ന് പറഞ്ഞത്? അടുത്ത മാസമല്ലേ? എന്തിന്റെ ഉണ്ടപ്പുരയാണ് നിനക്ക് ഈ വണ്ടിയായിട്ട് വേണ്ടത്? പുഴുങ്ങി തിന്ന് നിന്റെ ഒലക്കര വണ്ടി. ഒരു കാര്യം പറയാം, ഇനി ഇമാതിരി ഐറ്റായിട്ട് വന്നാണ്ടല്ലോ ഇടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. നീ ഇമാതിരി പണിയായിട്ട് എന്റെ വീട്ടിൽ കയറി വന്നാണ്ടല്ലോ എന്റെ സ്വഭാവം നീ ശരിക്കൂടെ അറിയും. കേട്ടോ, കുറെ കാലമായി നിന്നെ ഞാൻ വേണമെന്ന് വിചാരിച്ച് എടുത്തു വെക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് ഇതിനൊരു സമയം കിട്ടിയത്. ഇനി ഇമാതിരി ഐറ്റായിട്ട് വീട്ടിൽ കയറിയണ്ടല്ലോ അവിടെ കടന്നോളാം. നീ ഇത്രയും സെറ്റപ്പ് കടക്കുണ്ടായിട്ട് നീ ആ ബാലൻസിന് വേണ്ടിട്ട് എന്തിനാണോ നീ എന്റെ വണ്ടി മോഷ്ടിക്കാൻ നിൽക്കുന്നത്? പുഴുങ്ങി തിന്നോ നിന്റെ ഒരു വണ്ടി. ഒലക്കല കടയായിട്ട് അവൻ വരും. സോ അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ തന്നെ പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.